ചക്രാസ് അല്ലെങ്കിൽ എനർജി പോയിൻറ്റ്സ്, ഇതൊരു വീല് പോലെ അല്ലെങ്കിൽ ഒരു ടർബൈൻ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ചക്രാസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ 114 ചക്രാസ്, അതായത് 7 മെയിൻ ചക്രാസും ബാക്കിയുള്ള മൈനർ ചക്രാസും അങ്ങനെയാണ് ഉള്ളത്. മെഡിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നെർവ്സ്, ബണ്ടിൽ ഓഫ് നെർവ്സ് എല്ലാം കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു ജംഗ്ഷൻ, അതാണ് ഈ ചക്രാസ് എന്ന് സ്പിരിച്വലി പറയുന്നത്. ആ ജംഗ്ഷൻ, ആ പോയിൻറ്റിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് നമ്മുടെ നെർവിൽ കൂടെ പാസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ മെയിൻ ചക്രാസ്, മെയിനായിട്ട് 7 ചക്രാസ് നമ്മുടെ സ്പൈനിൻ്റെ ലോവർ പോയിന്റിൽ നിന്ന് തുടങ്ങി ക്രൗൺ, അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഉച്ചി എന്ന് പറയും അല്ലേ, ക്രൗൺ പോർഷനിൽ നമ്മുടെ തലയുടെ ഉച്ചി ആ ഭാഗം വരെ വരുന്ന എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു ഈ ചക്രാസ് എന്ന് പറയുന്നത്. പിന്നെ ചക്രാസിൽ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇതൊരു ക്ലോക്ക് വൈസിൽ തന്നെയായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ വീലൊക്കെ കണ്ടിട്ടില്ല, അതിൽ അഴുക്കും പൊടിയും ചെളിയും തുരുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് മൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് കറങ്ങുമ്പോൾ സൗണ്ട് കേൾക്കാം, അതിൽ ചെളി എലമെൻറ്റ്സ് ഒക്കെ പറ്റി പിടിച്ചിരിക്കും നമുക്ക് കാണാം. അതപ്പോൾ ക്ലെൻസ് അല്ലാത്തത് കൊണ്ടാണ് അല്ലേ. അത് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോക്ക് വൈസ് നല്ല രീതിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഒരു ടർബൈൻ പോലെ അല്ലേ, ഒരു ഫാൻ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ എക്സ്റ്റോസ് ഫാനൊക്കെ വയ്ക്കുമ്പോൾ അത് കറങ്ങുന്ന കണ്ടിട്ടില്ല, അതുപോലെ. റൂട്ട് ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനിൻ്റെ ഏറ്റവും താഴത്തെ പോർഷൻ, മെയിൻ ചക്രാസിൽ നമ്പർ 1 ആണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത്. ഏറ്റവും താഴെ, സ്പൈനിൻ്റെ ഏറ്റവും താഴെ, അത് എർത്ത് എനർജിയാണ് നമ്മളെ ബോഡിയിലോട്ട് സക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും നെഗറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റൂട്ടിങ് ടെക്നിക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്ക് നമ്മൾ ചെയ്യാനായിട്ട് പറയാറുണ്ട്. ബെയർ ഫൂട്ടിൽ നടക്കാൻ, ഗ്രാസിൽ കൂടെ നടക്കാൻ ഒക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. ക്രൗൺ ചക്രയിലാണ് മെയിൻ, ഉച്ചിയിലിരിക്കുന്നത് അല്ലേ, ഡിവൈൻ എനർജി ഫുൾ നമ്മുടെ ബോഡിയിലോട്ട്, അനുഗ്രഹങ്ങൾ അല്ലേ, യൂണിവേഴ്സൽ എനർജി നമ്മളെ ബോഡിയിലോട്ട് സക്കിൻ ചെയ്യുന്നത് ക്രൗൺ ചക്രയിലൂടെയാണ്. അപ്പോൾ ഇതിൽ ബ്ലോക്ക് വരാതെ നമ്മൾ നോക്കണം. ബാക്കിയുള്ള 5 ചക്രാസ്, അതായത് നമ്മളെ ബോഡിയിലുള്ള ബാക്കിയുള്ള മൂലാധാരം കഴിഞ്ഞ സേക്രൽ ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര, ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര, തേർഡ് ഐ ചക്ര വരെയുള്ള ചക്രാസ് ഫ്രണ്ടിൽ നിന്നും എൻവയോൺമെൻറ്റൽ എനർജി വലിച്ചെടുത്ത് നമ്മുടെ ബോഡിയിൽ പ്രോസസ്സ് ചെയ്ത് ബാക്കിലൂടെ പുറന്തള്ളുന്നു. അപ്പോൾ നമ്മുടെ ബോഡി, എൻവയോൺമെൻറ്റിലുള്ള എനർജി നമ്മളെ ബോഡിയിലോട്ട് എടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ നല്ല എനർജി ആണെങ്കിൽ, നമ്മളിപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് പ്രാണായാമയൊക്കെ ചെയ്താണ് ഈ എനർജി പുറത്തോട്ട് വിടുന്നതെങ്കിൽ നമ്മളിലൊരു ഒരു ഡിവൈൻ എനർജി എപ്പോഴും ഉണ്ടായിരിക്കും, എപ്പോഴും ഒരു പോസിറ്റീവ് ഫീലായിരിക്കും. ആൾക്കാർക്കൊക്കെ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് ഫീലാണെന്ന് ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നേക്കാം. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കത് ഫീൽ ചെയ്യും. ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് കുറച്ച് നേരം കൂടുതൽ നേരം ഇരിക്കാൻ തോന്നും, നമ്മുടെ ഇമോഷൻസൊക്കെ അവരോട് ഷെയർ ചെയ്യാൻ തോന്നും. അതൊക്കെ അവർക്ക് ബ്ലോക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അതേസമയം നമ്മുടെ ബോഡിയിൽ നിന്ന് ബാഡ് എനർജീസാണ് പുറത്ത് വിടുന്നതെങ്കിൽ അവരുടെ ആ ഒരു സറൗണ്ടിങ് ചെക്ക് ചെയ്യാതെ തന്നെ അറിയാം, അവരുടെ ആ ഫ്രണ്ട് സർക്കിളും അതേ വൈബ്രേഷനിലുള്ള ആൾക്കാരായിരിക്കും. എപ്പോഴും ജലസായിട്ടുള്ള, ഈ ഗോസിപ്പ് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഷെയർ ചെയ്യുന്ന, ഒരു നെഗറ്റീവ് എൻവയോൺമെൻറ്റ് പുറപ്പെടുവിക്കുന്ന ഒരു ആൾക്കാരായിരിക്കും ഈ നെഗറ്റീവ് ഓറയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഈ ബ്ലോക്കുള്ള ആൾക്കാർ. അപ്പം അതാണ് നമ്മൾ ഈ പറയുന്ന ഈ വൈബ് അട്രാക്ട്സ് യുവർ ട്രൈബ് എന്ന് കേട്ടിട്ടില്ലേ, അതുപോലുള്ള ആൾക്കാരായിരിക്കും അവരുടെ ചുറ്റും ഉള്ളത്.